ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ഏറ്റവും കൂടുതൽ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന ബെസ്റ്റ് ആയിട്ടുള്ള 4 ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങളെ ചാർട്ടിൽ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. പ്ലസ് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഇൻട്രാഡേ സ്ട്രാറ്റജിയും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഒട്ടും സമയങ്ങളില്ല. നമ്മുടെ ഫസ്റ്റത്തെ ഇൻഡിക്കേറ്റർ എന്നുള്ളത് ഇത് 1, 2, 3 അങ്ങനെ ബെസ്റ്റ് ഇല്ല, ഇത് 4 ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ആണ്. ഇതും പല പല യൂസിലാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് EMA. ഓക്കെ, മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ ടൈം ഫ്രെയിം, നിങ്ങൾ ഏത് ടൈം ഫ്രെയിം ആണ് യൂസ് ചെയ്യുന്നതെന്നും ഏത് EMA ആണ് യൂസ് ചെയ്യുന്നതെന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന രീതിയും ടൈം ഫ്രെയിം ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിനുവേണ്ടി ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്ററിന്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ EMA എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യൽ. ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നോർമൽ ആയിട്ട് ഓപ്പൺ ആയി വരുന്ന ഏതാ, നമ്മുടെ 9 EMA ആണ്. ഓക്കെ, അതിനകത്ത് നിന്ന് ഇവിടെ സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ അതിന് മുന്നേ ഈ ഒരു ഇന്റർഫേസ്, ഈ ഒരു ബ്രോക്കർ ഡന്നിന്റെ ബ്രോക്കറാണ്. ഇതിനകത്ത് ആണ് ഞാൻ ലാസ്റ്റ് 2 ഇയർ ആയിട്ട് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എനിക്കൊരു മിസ്റ്റേക്കും ഒരു ലാഗും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല, ഒരു ഇഷ്യൂ വന്നിട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു ബ്രോക്കറിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവിടെ കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് 9 മാറ്റിയിട്ട് ഇവിടെ 20 കൊടുക്കാം, മേലെയും 20 കൊടുക്കാം. പ്ലസ് നമ്മളിവിടെ SMA മാറ്റിയിട്ട് EMA കൊടുത്തു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 20 EMA ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു 20 EMA സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മാർക്കറ്റ് എപ്പോഴാണ് 20 EMA മുകളിലോട്ട് പോകുന്നത് ഒരു ബുള്ളിഷ് ട്രെൻഡിലോട്ട് മാറുകയും താഴോട്ടാണ് വരുന്നതെങ്കിൽ ബിയറിഷ് ട്രെൻഡിലോട്ട് മാറുകയുമാണ് എന്നാണ് ഈ ഒരു 20 EMA കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മാർക്കറ്റിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ നമുക്ക് 20 EMA വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, ഇതാണ് ഈ ഒരു 20 EMA യൂസ്. ഇത് ഒരുപാട് ആൾക്കാർ ഇത് അതായത് 20 EMA മാത്രം യൂസ് കൊണ്ട് ട്രേഡ് എടുക്കാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഇവിടെ ഇന്ന് അതായത് മിനിഞ്ഞാന്നത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടെ നല്ലൊരു ഫോൾ വന്നു. ഓക്കെ, അപ്പം ഇതെന്താണ് ഒരു ടോപ്പ് റെസിസ്റ്റൻസ് ആണ്. അപ്പം ഇന്ന് ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മേലോട്ട് പോയി. പിന്നെ നമ്മൾ മാർക്കറ്റ് വീണ്ടും ഈ ഒരു ലെവലിൽ എപ്പോഴാണോ വരുന്നത് അവിടെ നമുക്ക് ബൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു സപ്പോർട്ട് അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ നോക്കിയാൽ നമ്മളെ 20 EMA കൂടി സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് കയറിയത്. അപ്പൊ എന്തായി, 20 EMA അവിടെ സപ്പോർട്ട് എടുത്ത് പോകുമ്പോൾ ഒരു ബുള്ളിഷ് ട്രെൻഡിലോട്ട് മാറുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ ബൈ ചെയ്ത് കഴിഞ്ഞാൽ 20 EMA ഓൾമോസ്റ്റ് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസും വെച്ച് ട്രേഡ് എടുക്കാനാണ്. ഇതാണ് പലരും പല രീതിയിലാണ് യൂസ് ചെയ്യാറ്. ഇതിപ്പോ ഞാനൊരു സിമ്പിൾ ആയിട്ട് ഒരു മെത്തേഡ് പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇൻഡിക്കേറ്ററിലോട്ട് പോവാം. അതാണ് ബോളിഞ്ചർ ബാൻഡ്. ഓക്കെ, ഓരോ ഇൻഡിക്കേറ്ററിനും ഓരോ പർപ്പസ് ആണ്. നമുക്ക് ബോളിഞ്ചർ ബാൻഡ്, അതായത് ഇവിടെ നിങ്ങൾക്ക് ബോളിഞ്ചർ ബാൻഡ് സെർച്ച് ചെയ്യും. ബോളിഞ്ചർ ബാൻഡ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. ബോളിഞ്ചർ ബാൻഡ് കൊണ്ട് യൂസ് ചെയ്യുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് 2 ബാൻഡുകളും മേലെയും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇത് ഒരു ബാൻഡ്, ഇതൊരു ബാൻഡ്, അപ്പർ ബാൻഡ്, ലോവർ ബാൻഡ്, നടുക്ക് നമുക്കൊരു മൂവിങ് ആവറേജും കാണാൻ പറ്റും. ഈ ഒരു മൂവിങ് ആവറേജ് ആണ്. അതായത് ഈ ഒരു മൂവിങ് ആവറേജിന്റെ മുകളിലാണ് മാർക്കറ്റിംഗിൽ ബുള്ളിഷും താഴെയാണെങ്കിൽ ബിയറിഷും. ഫസ്റ്റത്തെ EMA ആയിരുന്നു, ഇത് MA അതായത് മൂവിങ് ആവറേജ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാൻഡ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആയിട്ടും സപ്പോർട്ടായിട്ടും ആക്ട് ചെയ്യും. മാർക്കറ്റ് ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്, അതായത് ഈ ഒരു സപ്പോർട്ട് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് ഈ ഒരു റെസിസ്റ്റൻസ് വരെ പോകും. അത് കഴിഞ്ഞാൽ താഴോട്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഈ ഒരു ബാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് വന്ന് പിന്നെ അത് ബ്രേക്ക് ചെയ്ത് അതിനകത്ത് പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് ബോളിഞ്ചർ ബാൻഡിന്റെ സിമ്പിൾ മെത്തേഡ്. ഇനി നമുക്ക് ബോളിഞ്ചർ ബാൻഡ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ലോങ് ട്രേഡ് ഒക്കെ എടുക്കാൻ പറ്റും, വലിയ മൂവ് ഒക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റും. എപ്പോഴാണ് ബോളിഞ്ചർ ബാൻഡ്, അതായത് ഈ ഒരു ബാൻഡ് നമുക്ക് ഇത്രയും വിടുത്തുണ്ട്, ഇത് എപ്പോഴാണ് ഇതുപോലെ ഒരുമിച്ച് ഇതിന്റെ വിടുത്ത് സൈസ് കുറഞ്ഞ് എപ്പോഴാണോ വരുന്നത്, ഇത് 15 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ഇങ്ങനെ വരുന്നത് നോക്കണം. അങ്ങനെ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇതേപോലെ വരുമ്പോൾ മാർക്കറ്റ് ഒരു ബിഗ് മൂവിന്, ഒരു വൺ സൈഡ് റാലിക്ക് റെഡി ആകാൻ പോവാണ്, ഒരു ബ്രേക്ക് ഔട്ട് തരാൻ വേണ്ടി റെഡി ആവുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് ആയി, മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് ആവുകയും ഇവിടുന്ന് മാർക്കറ്റ് നല്ലൊരു മൂവ്, വൺ സൈഡ് മൂവ് തന്നെ തരികയും ചെയ്തു. ഓക്കെ, അപ്പം ആൾക്കാർ പല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബോളിഞ്ചർ ബാൻഡ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ബോളിഞ്ചർ ബാൻഡിന്റെ ഔട്ട് സൈഡ് ഒരു ഫുൾ ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ആ ക്യാൻഡിലിനോട്ട് ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ആകുമ്പോൾ നമുക്ക് അവിടുന്ന് ട്രേഡ് എടുക്കാമെന്നുള്ളത്. ഓക്കെ, ആ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഫുൾ ആയിട്ട് പുറത്താണ് ക്ലോസ് ആയത്. ഇതിന്റെ മേലോട്ട് ക്യാൻഡിൽ ക്ലോസ് ആകാൻ നമുക്ക് ഈ ഒരു മൂവ് ക്യാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലിന്റെ ലോ ഇവിടുന്ന് ബ്രേക്ക് ആയി ഇവിടുന്ന് മൂവ് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പൊ ഇതാണ് ബോളിഞ്ചർ ബാൻഡ്. ഓക്കെ, ബോളിഞ്ചർ ബാൻഡ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്
നമ്മുടെ ഇതാണ് കേട്ടിട്ടുണ്ടാവും RSI. ഓക്കെ, RSI ഇവിടെ വന്നിട്ട് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. ഈ ഒരു RSI കൊണ്ട് ഉദ്ദേശിക്കുന്ന പറഞ്ഞാല് അതായത് മാർക്കറ്റ് ഓവർ ബോട്ട് ആയോ ഓവർ സോൾഡ് ആയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് RSI യൂസ് ചെയ്യുന്നത്. മാർക്കറ്റിനെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്ന് കൂടെ നമുക്ക് ഈ ഒരു RSI യൂസ് ചെയ്തിട്ട് പറയാൻ പറ്റും. അതായത് 70, ഓരോ ആൾക്കാർ ഓരോ ലെവലാണ് യൂസ് ചെയ്യുക, ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. 70ന്റെ മുകളിലോട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ എന്താ, അത് ഓവർ സോൾഡ് ആയി എന്നാണ് അർത്ഥം. എപ്പോ വേണമെങ്കിൽ റിവേഴ്സ് വരാം. അതേപോലെ തന്നെ 40. ഓക്കെ, ഈ ഒരു 50, ഓരോ ആൾക്കാർ 50 എടുക്കും, പക്ഷെ നോർമലായിട്ട് 40ന്റെ താഴോട്ടാണ് മാർക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ 40 ആ ഒരു ലെവൽ മാർക്കറ്റ് എത്തുവാണെങ്കിൽ ഓവർ ബോട്ടമായി അവിടുന്ന് ഒരു റിവേഴ്സ് അടിക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ എന്നാണ്. എന്ന് വെച്ചിട്ട് ആ ഒരു ഇപ്പൊ 40 എത്തും ബൈ ചെയ്യണം എന്നല്ല, പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു 40ലോട്ട് മാർക്കറ്റ് വന്നപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ചു കയറി നല്ലൊരു മൂവ് തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ജസ്റ്റ് ഇവിടെ ഇപ്പോൾ 70 എത്തിയപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് കണ്ണും പൂട്ടി ആ 70യിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് റിവേഴ്സ് അടിക്കുമെന്ന് വിചാരിക്കും. നമ്മുടെ സെറ്റപ്പ് കൂടെ അവിടെ ആക്റ്റീവ് ആയിട്ട് വേണം ട്രേഡ് എടുക്കാൻ വേണ്ടി. ഓക്കെ, അപ്പം ഇതാണ് RSI. ഈ ഒരു RSI നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക, ഇതിൽ ഏത് ഇൻഡിക്കേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അവസാനമായിട്ട് ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയാൻ വേണ്ടി എന്റെ പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ പ്ലസ് എന്റെ ഒരു സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ലാസ്റ്റത്തെ ആ ഒരു ഇൻഡിക്കേറ്ററിലോട്ട് പോവാം. ഇതെന്റെ ഫേവറേറ്റ് ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, അതായത് MACD. ഓക്കെ, MACD എന്റെ ഫേവറേറ്റ് ഇൻഡിക്കേറ്റർ ആണ്. അപ്പോ ഈ ഒരു MACD നിങ്ങൾക്ക് കാണാൻ പറ്റും. MACD യൂസ് ചെയ്തിട്ടാണ് ഞാൻ പേഴ്സണലി ട്രേഡ് എടുക്കാറ്. പക്ഷെ ഇതിന്റെ എന്താണ് പറയാ, ഇതിന്റെ വാല്യൂ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 12, 26, 9 ഇതിന്റെ വാല്യൂ ഒക്കെ വ്യത്യാസമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ലൈവ് ട്രേഡ് ഞാൻ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ അതായത് MACD എന്ന് പ്രത്യേകിച്ച് പറയുന്നത് MACD ക്രോസ് ഓവറിലാണ് ട്രേഡ് എടുക്കുക. നമ്മൾ ഇതെല്ലാം 15 മിനിറ്റ് ആണ് ചെയ്യാറ്. 15 മിനിറ്റ് ആണ് എന്റെ മാർക്കറ്റ് അനലൈസ് ചെയ്യുന്ന ഇന്റർ ട്രേഡ് എടുക്കുന്ന ടൈമിംഗ്. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് MACD ഇവിടുന്ന് ക്രോസ് ഓവർ ആയി. കാരണം MACD ഓരോ ക്രോസ് ഓവറിലും ബ്രേക്ക്ഔട്ട്, അതായത് ട്രേഡ് എടുക്കണം എന്ന് പറയുന്നത് ഇൻസൈഡ് ഇത് കാണുന്നതാണ് നമ്മുടെ ഹിസ്റ്റോഗ്രാം. ഓക്കെ, ഹിസ്റ്റോഗ്രാമിന്റെ ഇതിന് MACD ക്രോസ് ഓവർ ആകുന്നതിന് പല രീതിയുണ്ട്. അതായത് ഹിസ്റ്റോഗ്രാമിന്റെ മുകളിൽ നിന്നാണ് അതായത് ഈ ഒരു സീറോ ലൈനിന്റെ ബേസ് ലൈനിന്റെ മുകളിൽ ഹിസ്റ്റോഗ്രാമിന്റെ മുകളിലാണ് MACD ക്രോസ് ഓവർ ആണെങ്കിൽ അതൊരു സ്ട്രോങ് ബുള്ളിഷ് മൂവ്മെന്റും, അതുപോലെ തന്നെ ഹിസ്റ്റോഗ്രാമിന്റെ താഴെ നിന്നാണ് മാർക്കറ്റ് ബിയറിഷ് ക്രോസ് ആവുന്നതെങ്കിൽ അതൊരു സ്ട്രോങ് ബിയറിഷ് ട്രെൻഡുമാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ഈ ഒരു നോർമലി MACD പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, MACD ക്രോസ് ഓവർ ആകുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സാമ്പിൾ പറയുന്നത് ഇവിടെ ഒരു ക്രോസ് ഓവർ ആയി. ഓക്കെ, അപ്പൊ നമ്മൾ ട്രേഡ് എങ്ങനെ എടുക്കും? നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയും ക്രോസ് ഓവർ ആയി, ഇവിടെയും ക്രോസ് ഓവർ ആയി, ഇവിടെ ബിയറിഷ് ക്രോസ് ഓവർ, വീണ്ടും ബുള്ളിഷ് ക്രോസ് ഓവർ, വീണ്ടും ബിയറിഷ്, വീണ്ടും ബുള്ളിഷ്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കും? നമ്മുടെ SL ഹിറ്റ് ആവൂലേ? നിങ്ങൾ പറയും MACD ഒന്നും വർക്ക് ആവില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഒരു എക്സ്ട്രാ ഇൻഡിക്കേറ്ററും കൂടെ ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കോമ്പിനേഷൻ ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെ വർക്ക് ആവുക. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ നേരെ വീണ്ടും നമ്മുടെ മൂവിങ് ആവറേജ് ഇവിടെ ആഡ് ചെയ്തു. ഇതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ 20 ആണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. കാരണം എനിക്ക് ഏറ്റവും പവർഫുൾ ആയിട്ട് തോന്നുന്നത് ഈ ഒരു 20 EMA തന്നെയാണ്. ഓക്കെ, അത് 15 മിനിറ്റ് നല്ല രീതിയിൽ മാർക്കറ്റിൽ വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ സിമ്പിൾ ആയ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ 20 EMA താഴെയാണെങ്കിൽ മാർക്കറ്റ് ബിയറിഷ്, മേലെയാണെങ്കിൽ ബുള്ളിഷും. അപ്പൊ നമ്മൾ ഇപ്പൊ നോക്കാം, ഇപ്പോ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രാറ്റജിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ MACD ക്രോസ് ഓവർ ആയോ നോക്കുക. ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടെയാണ് നിൽക്കുന്നത്? മാർക്കറ്റ് അതായത് MACD ബിയറിഷ് ക്രോസ് ഓവർ ആണ് ആയത്. അപ്പോൾ മാർക്കറ്റ് എവിടെയാണ്? 20 EMA മുകളിലാണോ താഴെയാണോ നോക്കുക. അപ്പൊ മാർക്കറ്റ് എവിടെയാണ്? 20 EMA ഇവിടെ ക്രോസ് ഓവർ ആയപ്പോഴൊക്കെ മാർക്കറ്റ് 20 EMA മുകളിലാണ് ഉണ്ടായിരുന്നത്, ശരിയല്ലേ? ക്രോസ് ഓവർ ആയപ്പോ. പക്ഷെ ഇവിടെ വന്നപ്പോ ഇവിടെ ഈ ഒരു ക്യാൻഡിലോട് കൂടി 20 EMA താഴെ മാർക്കറ്റ് ക്ലോസ് ആയി. ഓക്കെ, അപ്പൊ നമ്മൾ ട്രേഡ് അവിടെ ആക്ടിവേറ്റ് ആയി എന്നാണ് അർത്ഥം. നെക്സ്റ്റ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത് എപ്പോഴാന്ന് വെച്ചാൽ നെക്സ്റ്റ് നമ്മുടെ 20 EMA റെസിസ്റ്റൻസിലോട്ട് ഒരു ക്യാൻഡിൽ വരുമ്പോൾ, അതായത് അത് ചിലപ്പോൾ ഗ്രീൻ ക്യാൻഡിലായിരിക്കും മേലോട്ട് കയറുക, പക്ഷെ നമ്മൾ അവിടെ ട്രേഡ് എടുക്കണം. അതായത് ഈ ഒരു 20 EMA റെസിസ്റ്റൻസിൽ നമ്മൾ ട്രേഡ് എടുക്കുക. എന്നിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഇവിടെ വെക്കാം,
ഈ ഒരു ക്യാൻഡലിന്റെ മേലെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. അപ്പൊ ബിയറിഷ് ട്രേഡ് എടുക്കുമ്പോൾ 20 EM മേലെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കും. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ലോസ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം 20 EM എന്നുള്ളത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ട്രേഡ് എടുത്ത ഈ ഒരു മൂവ് നമുക്ക് കിട്ടി. ഓക്കെ, ഈ ഒരു 15 മിനിറ്റ് ട്രേഡ് എടുക്കാൻ നമുക്ക് 1:3 മുതൽ 4 വരെ നമുക്ക് ഈസി ആയിട്ട് ടാർഗറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ക്രോസ് ഓവർ ആയി, ഇവിടെ ക്രോസ് ഓവർ ആയിട്ട് എന്താണ്, ഇവിടെ ക്രോസ് ഓവർ ആയി നമുക്ക് എന്താണ്, നമുക്ക് റിവേഴ്സ് ഒരു പുൾ ബാക്ക് ക്യാൻഡിൽ പോകാൻ എപ്പോഴും. പക്ഷെ ഇവിടെ ഒന്നും പുൾ ബാക്ക് ക്യാൻഡിൽ കിട്ടില്ല, ഈ ഒരു ഭാഗത്ത് പുൾ ബാക്ക് ക്യാൻഡിൽ കിട്ടി. ഓക്കെ, അതായത് നമ്മൾ ക്രോസ് ഓവർ ആയി കഴിഞ്ഞിട്ട് നമുക്കൊരു 3 ക്യാൻഡലിനുള്ളിൽ പുൾ ബാക്ക് വന്നില്ലെങ്കിൽ ആ ഒരു ക്രോസ് ഓവറിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി പാടില്ല, നെക്സ്റ്റ് ക്രോസ് ഓവറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ നെക്സ്റ്റ് ക്രോസ് ഓവർ ഇവിടെയാണ് ഉണ്ടായത്, ഇവിടെ ഒരു ബിയറിഷ് ക്രോസ് ഓവർ ആയി. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു ബിയറിഷ് ക്രോസ് ഓവറിൽ നമ്മൾ ട്രേഡ് എടുക്കുക, നമുക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടി പാടില്ല. കാരണം എന്താ, 20 EMA മുകളിലാണ് മാർക്കറ്റ് ഉള്ളത്. അപ്പൊ നമ്മൾ മാർക്കറ്റ് മുകളിലാകുമ്പോൾ ഇവിടെ മാക്ഡി ബിയറിഷ് ക്രോസ് ആകുമ്പോൾ നമ്മൾ അവിടെ ട്രേഡ് എടുക്കാൻ വേണ്ടി പാടില്ല. 20 EM മുകളിൽ മാർക്കറ്റ് ഉള്ളപ്പോൾ നമ്മൾ മാക്ഡി ബുള്ളിഷ് ക്രോസ് ഓവർ ട്രേഡും അതുപോലെ തന്നെ 20 EM താഴെ മാർക്കറ്റ് ഉള്ളപ്പോൾ ബിയറിഷ് ക്രോസ് ഓവർ ട്രേഡും മാത്രം എടുക്കുക. ഓക്കെ, ഇത് മനസ്സിൽ വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇവിടെ നമ്മളെ ബുള്ളിഷ് ക്രോസ് ഓവർ നമ്മൾ നോക്കാം. ഓക്കെ, ഇവിടെ നമുക്കൊരു ക്രോസ് ഓവർ ആയി. പക്ഷെ നെക്സ്റ്റ് നമുക്ക് കിട്ടേണ്ട എന്താ, നമുക്കൊരു പുൾ ബാക്ക് കിട്ടണം, പുൾ ബാക്ക് കിട്ടണം. ഇവിടെ നമുക്ക് എന്താണ്, പുൾ ബാക്ക് കിട്ടി, പക്ഷെ ഇവിടെ മാക്ഡി ബിയറിഷ് ക്രോസ് ഓവർ ആയി. അതുപോലെ തന്നെ മാക്ഡി ഇവിടുന്ന് ബുള്ളിഷ് ക്രോസ് ഓവർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ട്രേഡ് എടുത്താൽ നമുക്ക് ഇതിന് താഴെ SL വെച്ചാൽ നമുക്ക് ഈ ഒരു മൂവ് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഒരു വട്ടം ഇവിടെ SL വെച്ചിട്ടുണ്ടെങ്കിൽ ആ SL അടിക്കുന്നവരെ കാത്തു നിൽക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ ടാർഗറ്റ് അടിക്കും വരെ കാത്തു നിൽക്കണം. ഒരിക്കലും പേടിച്ചിട്ട് സൈഡിൽ നിന്ന് എക്സിറ്റ് ആകാൻ വേണ്ടി പാടില്ല. ഇപ്പം ഈ ഒരു 2 ക്യാൻഡിൽ നമ്മൾ ഇവിടെ എക്സിറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂവ് നമുക്ക് മിസ്സാവും. അതുകൊണ്ടാണ് പറഞ്ഞത് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ഫിക്സ് ആക്കി വെക്കുക. പിന്നെ ട്രേഡ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ P&L നോക്കാൻ വേണ്ടി പാടില്ല, നമ്മൾ ഈ ഒരു ചാർട്ട് മാത്രം നോക്കിയാൽ മതി. അതായത് നമ്മുടെ ലെവൽസ് നോക്കിയിട്ട് ലെവൽസിലോട്ട് മാർക്കറ്റ് വരുന്നുണ്ട്, നമ്മുടെ വെച്ച SL ലെവൽസിലോട്ട് മാർക്കറ്റ് വരുന്നുണ്ടെങ്കിൽ അവിടുന്ന് എക്സിറ്റ് ആക്കുക. ഓക്കെ, ഇതാണ് സിമ്പിൾ സെറ്റപ്പ്. അപ്പോൾ നമുക്ക് ഈ ഒരു സെറ്റപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഞാൻ പറഞ്ഞ ഈ ഒരു 4 ഇൻഡിക്കേറ്ററിൽ ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.